ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ ചൊല്ലട്ട് മാസ്. മൈ ഡിയർ സുത്തുക്കുട്ടികളെ, 1970s അമേരിക്കയിൽ നടന്നൊരു യഥാർത്ഥ സംഭവം. അവിടെ ഒരു സോഡിയാക് കില്ലർ ഉണ്ടായിരുന്നു, സീരിയൽ കില്ലർ. ഒരു നാടിനെ മൊത്തം വിറപ്പിച്ച സീരിയൽ കില്ലർ. ഒരുപക്ഷെ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടാവും. ഏതെങ്കിലും വീഡിയോകളിൽ ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങളും അറിഞ്ഞിട്ടുണ്ടാവണം. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്ര പ്രശസ്തനായത്? പോലീസുകാരെന്തുകൊണ്ടാണ് ഈ കേസിൽ കുഴഞ്ഞു പോയത്? അഹങ്കാരിയായ ഒരു കില്ലർ തന്റെ കൊലപാതക വിവരങ്ങൾ പോലീസിനെ അറിയിക്കുന്നുണ്ട്. എന്നിട്ട് ധൈര്യമുണ്ടെങ്കിൽ തന്നെ പിടിക്കാൻ പറയുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചാണ്. അതാണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. പോലീസുകാർക്ക് പല തെളിവുകളും പല സസ്പെക്റ്റുകളിനെയും കിട്ടുന്നുണ്ടെങ്കിലും ഈ എവിഡൻസ് എല്ലാം കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് വായിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇതിനെല്ലാം വ്യത്യസ്തത? ഈ എവിഡൻസുകളെല്ലാം എന്തുകൊണ്ട് കൂടിച്ചേരുന്നില്ല എന്ന യഥാർത്ഥ സത്യം ആ സോഡിയാക്കിന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിച്ചാലോ? അന്ന് സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ് 2007 റിലീസ് ചെയ്ത ഈ സോഡിയാക്. സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1969 ജൂലൈ 4 അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന്. അന്നേ ദിവസം വൈകിട്ട് ഒരു കാമുകി തന്റെ കാമുകനെ പുറത്തെവിടെയെങ്കിലും ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോകാം, അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് കാറിൽ വിളിച്ചുകൊണ്ട് പോകുന്നു. അവരുടെ കാർ ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിലെത്തി. അവിടെ ആരും തന്നെയില്ല. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സെഡാൻ നീളമുള്ള കാറ് ഇവരെ കാറിന് പിറകിൽ വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ആരായിരിക്കും അത്? എന്തിനാണ് അയാൾ ഇങ്ങോട്ട് വന്നത്? അയാളെ പോകാൻ പറഞ്ഞാലോ? നമ്മൾ എന്തിനാ അയാൾ ശല്യം ചെയ്യുന്നു എന്നിങ്ങനെ ആ കാമുകൻ പയ്യൻ ചോദിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ മുഖത്തൊരു പേടി. അവൾക്ക് അയാളെ നേരത്തെ അറിയുന്നത് പോലെ. അതാരാണെന്ന് ഈ കാമുകൻ പയ്യൻ ചോദിക്കുന്നുണ്ട്. പെണ്ണ് പറയും, അതാരെങ്കിലും ആയിക്കോട്ടെ, അയാൾ പോയില്ലേ, ഇനി വിട്ടുകളയാന്ന് പറഞ്ഞ് വീണ്ടും ഇവരിരുന്ന് സംസാരിക്കുന്നു. അപ്പോഴാണ് പോയ കാറ് തിരികെ വരുന്നത്. അയാൾ കാറിനകത്തുനിന്ന് വലിയൊരു ലൈറ്റ് ഓണാക്കും. സാധാരണ പോലീസുകാരാണ് അങ്ങനെ ചെയ്യുക. സോ പോലീസാണെന്ന് വിചാരിച്ചിട്ട് ഇവർ ലൈസൻസ് ഒക്കെ എടുത്ത് ആ പോലീസ് അടുത്ത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പോലീസ് അടുത്ത് വന്ന ഉടനെ ഈ ചെറുക്കൻ പറയും, സർ, ഞാൻ നിങ്ങളെ കണ്ട് പേടിച്ചു പോയി, നേരത്തെ പറയായിരുന്നില്ലേ എന്നിങ്ങനെ പറഞ്ഞ് തീരെ മുന്നേ അയാൾ ആ പയ്യനെ ഷൂട്ട് ചെയ്തു. കഴുത്തിലേക്ക് തന്നെ ഷൂട്ട് ചെയ്തു. അടുത്തത് പെണ്ണിനെ. തുരുതുര രണ്ടുപേരെയും അയാൾ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇതിൽ ആ ചെറുക്കൻ ഒരുപാട് വെടിക്കൊണ്ടെങ്കിലും പിൻസീറ്റിലേക്ക് മാറി കയറുന്നുണ്ട്. അപ്പോഴും കില്ലർ ഷൂട്ട് ചെയ്യും. രണ്ടുപേരും മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ കില്ലർ അവിടുന്ന് മാറിപ്പോകുന്നു. മാറിപ്പോകാൻ നേരം പോലീസുകാരെ വിളിച്ച് വിവരം അറിയിക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്ത് 2 ഹൈസ്കൂൾ സ്റ്റുഡൻസിനെ ഞാൻ കൊല ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്നാൽ ആ ബോഡി കണ്ടുകിട്ടും. 9mm ബുള്ളറ്റ് കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. കാര്യങ്ങളെല്ലാം വൃത്തിക്ക് പറഞ്ഞു കൊടുക്കും. അതൊരു അനോണിമസ് കോളായിരുന്നു. പോലീസുകാരെത്തി നോക്കുമ്പോൾ ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു. എന്നാൽ ആ ചെറുക്കന് കുറച്ച് ജീവൻ ബാക്കിയുണ്ട്. അവരുടനെ ആ പയ്യനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. 4 ആഴ്ച കഴിഞ്ഞ് സാൻ ഫ്രാൻസിസ്കോ നഗരം. അവിടെയാണ് നമ്മുടെ ഹീറോ ഉള്ളത്. ഹീറോയ്ക്കൊരു ചെല്ല കുട്ടിപ്പയ്യനുണ്ട്. അവൻ LP സ്കൂളിലാണ് പഠിക്കുന്നത്. ഹീറോ രാവിലെ തന്നെ പയ്യനെ ചെന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഓഫീസിലേക്ക് ചെല്ലും. ഹീറോ ഒരു പത്രം ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. കാർട്ടൂണിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സമയത്ത് ഹീറോ വർക്ക് ചെയ്യുന്ന പത്രം ഓഫീസിലേക്ക് ഒരു ലെറ്റർ വരുന്നു. ഓഫീസിലെ ഡീനാണ് അത് വായിക്കുന്നത്. കറക്റ്റ് ജൂലൈ 4 കില്ലർ കൊന്ന ആ കുട്ടികളുടെ ഡീറ്റെയിൽസ് എഴുതി, ഞാനാണ് അവരെ കൊന്നത്, എത്ര തവണ താൻ ഷൂട്ട് ചെയ്തു, ഏതാണ് ലൊക്കേഷൻ എന്ന മുഴുവൻ വിവരങ്ങളും അതിലെഴുതിയിട്ടുണ്ട്. കൈയക്ഷരം അത്ര വൃത്തിയില്ല. ഈ കത്തിനോടൊപ്പം തന്നെ ഞാനൊരു സൈഫറും അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അടുത്ത ദിവസം പത്രത്തിൽ പ്രിന്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ആഴ്ചയിൽ ഓരോ ദിവസവും 2 പേരെ വീതം ഞാൻ കൊല ചെയ്യും. സൈഫർ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് ഭാഷയാണ്. എല്ലാവർക്കും അത് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. ആ കോഡ് ഭാഷ ഡീകോഡ് ചെയ്താൽ അതിലെന്റെ വിവരങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാൻ ആ കൊലപാതകം ചെയ്തതെന്ന് മനസ്സിലാക്കും. അത് കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കട്ടെ. ഇതാണ് അയാൾ കത്തിലൂടെ എഴുതിയിരിക്കുന്നത്. ഈ കത്ത് കണ്ട പത്രക്കാർ ഞെട്ടിപ്പോവും. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആദ്യം ഈ കൊലപാതകം നടന്നിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോൾ എന്ന ക്രൈം റിപ്പോർട്ടറോട് പറയും. പോൾ നമ്മുടെ അയൺമാൻ ആണ്. അങ്ങേര് ചെന്ന് ഈ ക്രൈം നടന്ന വലജോ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടെ ജൂലൈ 4 2 കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ അവര് പറയും, അതെ സാർ, അങ്ങനെ ഒരു ക്രൈം അവിടെ നടന്നിട്ടുണ്ട്. അതിലെ പെൺകുട്ടി മരണപ്പെട്ടു, എന്നാൽ പയ്യന് ജീവനുണ്ട്. അയാൾ ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, ഇനിയും സംസാരിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് പറയും. സോ ക്രൈം നടന്നത് സത്യമാണെന്ന് നമ്മുടെ പത്രക്കാർക്ക് മനസ്സിലായി. ഇതേ കത്ത് ബാക്കിയുള്ള പത്രക്കാർക്കും ലഭിച്ചിട്ടുണ്ട്, പോലീസുകാർക്കും ലഭിച്ചിട്ടുണ്ട്. അവരെല്ലാം കില്ലറെ പേടിച്ച് ഇനി കൊല നടക്കുമോ എന്ന് പേടിച്ച് പ്രിന്റ് ചെയ്യാൻ തയ്യാറാണ്. സോ നമ്മുടെ പത്രക്കാരും ഇനി എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അത് നമ്മുടെ തലയിൽ വരണ്ട, അതുകൊണ്ട് നമുക്കിത് പ്രിന്റ് ചെയ്യാം എന്ന് തീരുമാനിക്കും. അവരങ്ങനെ ആ സൈഫർ പ്രിന്റ് ചെയ്യാണ്. ഫസ്റ്റ് പേജിൽ തന്നെ പിറ്റേ ദിവസം പത്രത്തിൽ പ്രിന്റ് ചെയ്യാണ്.
ഈ സൈഫർ അമേരിക്കയിലെ മെയിൻ പോലീസ് ടീമുകളെല്ലാം തന്നെ കൂടിച്ചേർന്നിരുന്ന് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആരാലും കഴിയുന്നില്ല. 12 മണിക്കൂർ കഴിഞ്ഞ് ഒരു കോളേജ് അധ്യാപകനും ഭാര്യയുമാണ് ഈ സൈഫർ ഡീകോഡ് ചെയ്തിരിക്കുന്നത്. അവരത് പത്രക്കാർക്ക് അയക്കും. ഇത് ഡീകോഡ് ചെയ്തപ്പോൾ കിട്ടിയ വാക്കുകൾ ഇതാണ്. ഹീറോ അത് വായിക്കുന്നു. എനിക്ക് മനുഷ്യരെ കൊല്ലുന്നത് ഇഷ്ടമാണ്. അത് വളരെ രസകരമായിട്ട് തോന്നുന്നു. കാട്ടിലെ മൃഗങ്ങളെ കൊല്ലുന്നതിനേക്കാളും രസകരമാണ്. കാരണം ഈ ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽ മനുഷ്യൻ തന്നെയാണ്. അതൊരു വലിയ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇതിലെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊന്നവരെല്ലാം എൻ്റെ ജോലിക്കാരായിരിക്കും അങ്ങ് സ്വർഗത്തിൽ. ഞാൻ എൻ്റെ പേര് നിങ്ങൾക്ക് നൽകാൻ പോകുന്നില്ല. കാരണം ഞാൻ എൻ്റെ ജോലിക്കാരെ കൂട്ടുന്നത് നിങ്ങൾ തടയാൻ ശ്രമിക്കും. എനിക്ക് അവരെ വീണ്ടും വീണ്ടും കൂട്ടണം. ഇതാണ് ആ സൈഫറിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ അവസാനത്തെ 2 വരി ലൈൻ അതുമാത്രം ആ കോളേജ് അധ്യാപകർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഹീറോ അത് ഡീകോഡ് ചെയ്യും. കാരണം കോളേജിൽ പഠിക്കുമ്പോൾ ഹീറോയ്ക്ക് ഇങ്ങനത്തെ കോഡ് ഭാഷകൾ ഇഷ്ടമായിരുന്നു. അവൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അവസാനത്തെ 2 വരിയിൽ എഴുതിയിരിക്കുന്നത് ഡേഞ്ചറസ് അനിമൽ എന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ എഴുതി, അവസാന ലൈനിൽ അങ്ങനെ എഴുതി എന്നറിയില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പത്രക്കാർക്ക് വീണ്ടും ഒരു കത്ത് ലഭിക്കുന്നു. അതിൽ ആ കില്ലർ തന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ പേര് സോഡിയാക് എന്നാണ്. ഡിയർ എഡിറ്റേഴ്സ്, ദിസ് ഈസ് ദ സോഡിയാക് സ്പീക്കിംഗ്. ആ കില്ലർ തനിക്ക് താൻ തന്നെ ഒരു വട്ടപ്പേര് കൊടുത്തിരിക്കുന്നു. പഴയ കൊലപാതകത്തെക്കുറിച്ച് തന്നെയാണ് വീണ്ടും അയാൾ എഴുതിയിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ട് മറ്റൊരു ഗ്രാമം. അവിടെ വലിയൊരു ലേക്കുണ്ട്. ആ ലേക്കിനരികിലേക്ക് അധികം ആൾക്കാരൊന്നും പോകാറില്ല. ഇപ്പൊ ഒരു കപ്പിൾ അവിടെ പോയിട്ടുണ്ട്. അവര് തനിയെ സമാധാനത്തോടെ പുൽമേട്ടി കിടക്കുന്ന സമയത്ത് മുഖം മൂടി അണിഞ്ഞ ഒരാൾ ഇവരടുത്തേക്ക് വരുന്നു. 2 പേരും പേടിച്ച് വിറയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ മുഖം മൂടി അണിഞ്ഞ ആൾ കയ്യിൽ തോക്കുമായി എനിക്ക് നിങ്ങളുടെ കയ്യിലുള്ള പണവും നിങ്ങളുടെ കാറിന്റെ കീയും വേണമെന്ന് പറയും. അപ്പൊ ഈ കപ്പിളിലെ പേടിച്ച പുരുഷൻ, സാർ ഞങ്ങളൊന്നും ചെയ്യല്ലേ, നിങ്ങൾക്ക് വേണ്ടുന്ന എന്തും ഞങ്ങൾ തന്നോളാം, ഞങ്ങളുടെ കയ്യിലുള്ള തരാം, ഞങ്ങൾ കോപ്പറേറ്റ് ചെയ്യാം, ഉപദ്രവിക്കാതിരുന്നാൽ മതി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ ആ കില്ലർ കപ്പിളിലെ ലേഡിയോട്, നീ ആദ്യം നിന്റെ പുരുഷന്റെ കൈ കെട്ടിവെക്കി, അയാൾ എന്നെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അത് കഴിഞ്ഞ് ഞാൻ പണം എടുത്ത് പോയിക്കൊള്ളാന്ന് പറയും. ആ ലേഡി ഈ മുഖംമൂടിക്കാരൻ പറയുന്നത് കേട്ടിട്ട് തന്റെ ഭർത്താവിന്റെ കൈകൾ കെട്ടിവെക്കുന്നു. അയാളുടെ കൈകൾ കെട്ടിവെച്ച ഉടനെ മുഖംമൂടിക്കാരൻ വന്ന് ഈ പെണ്ണിന്റെ കൈകളും കെട്ടിവെക്കും. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള പണവും പേഴ്സെല്ലാം എടുത്ത് മാറ്റും. 2 പേരെയും നിലത്ത് കിടത്തുന്നു. അപ്പൊ ഭർത്താവ് ഭാര്യയോട് പറയും, പേടിക്കണ്ട, ഇയാൾ പണം എടുത്തിട്ട് പോയിക്കോട്ടെ, നമുക്കത് കഴിഞ്ഞിട്ട് പോകാമെന്ന്. ഇത് പറഞ്ഞു തീരും മുന്നേ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുഖംമൂടിക്കാരൻ പെട്ടെന്ന് കത്തിയെടുത്ത് കപ്പിൾസിലെ 2 പേരുടെയും പുറത്ത് ആ കത്തി കൊണ്ട് കുത്തിയിറക്കി 2 പേരെയും കൊല്ലാം. സോ കില്ലർ ഇവരെ കൊല്ലാമെന്നായിരുന്നു. ആ കില്ലർ ധരിച്ച വസ്ത്രത്തില് ഒരു സിമ്പലുണ്ട്. ഷൂട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്യുന്നത് പോലത്തെ ഒരു സിമ്പൽ. കൊന്നുകഴിഞ്ഞ് കില്ലർ തന്നെ പോലീസുകാരെ വിളിച്ച് പറയും, ഇന്ന സ്ഥലത്ത് ഞാൻ 2 പേരെ കൊന്നിട്ടുണ്ടെന്ന്. അതും ഒരു അനോണിമസ് കോളായിരുന്നു. പോലീസ് സ്പോട്ടിലേക്ക് എത്തുമ്പോൾ ഇപ്രാവശ്യവും പെണ്ണ് മരിച്ചിട്ടുണ്ട്, എന്നാൽ ആ പുരുഷന് ജീവനുണ്ടാവും. പുരുഷനെ പോലീസുകാർ രക്ഷപ്പെടുത്തുന്നു. അയാളുടെ രൂപം എങ്ങനെയാണ് ഉണ്ടായിരുന്നെന്ന് പറയുക. അതനുസരിച്ച് പോലീസുകാരൊരു സ്കെച്ച് വരയ്ക്കുന്നുണ്ട്. മുഖം മൂടി അണിഞ്ഞൊരു രൂപം, കറുത്ത കോട്ട്, ഷൂട്ടിംഗ് പോയിന്റ് മാർക്ക് ചെയ്ത ഒരു സിമ്പൽ. ഇപ്പൊ പോലീസുകാർക്കും പത്രക്കാർക്കും ഇത്ര മാത്രമേ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളൂ. ആ സമയത്താണ് ഹീറോ ഡേഞ്ചറസ് അനിമൽ എന്ന കില്ലർ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ സംഭവം മറ്റൊരു സ്ഥലത്ത് ഹീറോ കേട്ടിട്ടുണ്ട്. അത് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന് പറഞ്ഞ് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലെ വില്ലൻ ഇതുപോലെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു ഗെയിം കളിച്ചിരുന്നു, ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം. സറോഫ് എന്ന ആക്ടറാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ ഡേഞ്ചറസ് അനിമൽ എന്നാണ് വിളിക്കുക. ഇതൊരു ഭാഗത്ത് ഒരു പെർസെപ്ഷൻ മാത്രമാണ് ഹീറോയുടെ. ഒരുപക്ഷെ അതിൽ നിന്നാണോ വന്നിട്ടുണ്ടാകുക എന്നൊരു ചിന്ത മാത്രം. കൂട്ടിച്ചേർക്കാൻ എവിഡൻസ് ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കവേ 2 ആഴ്ചകൾക്ക് ശേഷം സാൻ ഫ്രാൻസിസ്കോ സിറ്റി, അവിടെ ഒരു പാവപ്പെട്ട ക്യാബ് ഡ്രൈവർ കസ്റ്റമറെ കൊണ്ടുപോയി സ്പോട്ടിൽ ഇറക്കാൻ നിൽക്കുമ്പോൾ ഈ കസ്റ്റമർ പെട്ടെന്ന് തുരുതുര ഷൂട്ട് ചെയ്ത് ആ ക്യാബ് ഡ്രൈവറെ കൊന്നുകളയുന്നു. ഈ വെടിയൊച്ച ശബ്ദം കേട്ടുടനെ അയൽക്കാര് പോലീസുകാരെ വിളിക്കുന്നുണ്ട്. ഡ്രൈവറെ കൊന്ന ആള് വീണ്ടും കാറിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് എന്തൊക്കെയോ ചെയ്തിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോവും. രാത്രി ആ സിറ്റിയിലെ പ്രധാന ഹോമിസൈഡ് ഇൻസ്പെക്ടർക്ക് കോള് വരുന്നു. അത് നമ്മുടെ ഹൾക്ക് ആക്ടറാണ്. അങ്ങേരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. പുള്ളി എത്രയും പെട്ടെന്ന് സ്പോട്ടിലേക്ക് വരും. മരണപ്പെട്ട ആളുടെ ബോഡിയെല്ലാം പരിശോധിക്കുന്നു. ആരാണ് വിളിച്ചു പറഞ്ഞത്, കൊലയാളി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ കണ്ടിട്ടുണ്ട് കൊലയാളിയെ. സോ പോലീസുകാരൻ ചെന്ന് കുട്ടികളോട് ചോദിക്കുന്നു, കൊലയാളിയെ കാണാൻ എങ്ങനെയായിരുന്നെന്ന്. അതൊരു വെള്ളക്കാരനാണ്, വൈറ്റ് മെയിലാണെന്ന് കുട്ടികൾ പറയും. എന്നാൽ കൂടുതലൊന്നും അവർക്കറിയില്ല. കറുത്ത കോട്ട് ധരിച്ചിരുന്നു. ചെറിയ കുട്ടികളായതുകൊണ്ട് കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യാനൊന്നും അവർക്കറിയില്ലല്ലോ. കാണാൻ നോർമൽ ആയിരുന്നു എന്ന് മാത്രം അവർ പറയും. ഇത് കഴിഞ്ഞ അടുത്ത 3 ദിവസത്തിൽ പത്രക്കാർക്ക് മറ്റൊരു കത്ത് കൂടെ ലഭിക്കുന്നു. ആ കത്തിനൊപ്പം രക്തം പുരണ്ട ഒരു തുണിയുടെ പീസും ഉണ്ടാവും. അത് ആ മരിച്ച ഡ്രൈവറുടെ ശരീരത്തെ തുണിയായിരുന്നു. ഞാൻ തന്നെയാണ് കൊന്നതെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് സോഡിയാക് ആ തുണിയെടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്, പോലീസ് ഒരുപക്ഷെ പ്രോപ്പറായി ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ആ മണ്ടന്മാർക്ക് കഴിഞ്ഞില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ അവിടുത്തെ പാർക്കിലുണ്ടായിരുന്നു.
എന്നെ അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇനി എൻ്റെ അടുത്ത ടാർഗറ്റ്സ് സ്കൂൾ കുട്ടികളാണ്. സ്കൂൾ വാനിന്റെ ഫ്രണ്ട് ടയർ പൊട്ടിച്ച് ഞാൻ വാൻ നിർത്തി അതിൽ നിന്നും ആദ്യം ചാടുന്ന കുട്ടികളെ ഓരോന്നായി കൊന്നു തുടങ്ങും. കത്തിൽ ഇങ്ങനെയൊരു ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പത്രക്കാര് പോലീസുകാരെ വിളിച്ച് വിവരം അറിയിക്കുന്നു. നമ്മുടെ ഇൻസ്പെക്ടറാണ് പത്രം ഓഫീസിൽ വന്ന് ആ കത്ത് കളക്ട് ചെയ്തിട്ട് പോകുന്ന വഴി പോൾ എന്ന നമ്മുടെ അയൺമാൻ കൊലയാളിക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലീസുകാരനോട് ചോദിക്കും. പോലീസുകാർ പറയും ഒരു പാർഷ്യൽ പ്രിന്റ് കിട്ടിയിട്ടുണ്ടെന്ന്. മുഴുവനല്ല, ചെറിയൊരു പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ കത്തിനെ കുറിച്ച് അറിഞ്ഞ സിറ്റി മേയർ ഇപ്പെന്തായാലും ന്യൂസ് പുറത്തു വിടണ്ട, നാട്ടുകാരെല്ലാം പാനിക്കാവും, കുട്ടികളുടെ കാര്യമല്ലേ, നമുക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, സംഗതി കൈവിട്ട് പോവുകയാണെങ്കിൽ മാത്രം ന്യൂസ് പുറത്തുവിടാന്ന് പറയും. ഇത് കേട്ട ഹീറോ ആണെങ്കിൽ പിറ്റേന്ന് മുതൽ കുഞ്ഞിന് സ്കൂൾ ബസ്സിൽ സ്കൂളിലേക്ക് വിടാതെ നേരിട്ട് കാറിലാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അത് കഴിയുമ്പോൾ പോലീസുകാരെ സഹായിക്കാനായിട്ട് ഒരു ഹാൻഡ് റൈറ്റിംഗ് വെരിഫയർ ആയ പ്രൊഫസറുണ്ട്. അങ്ങേർക്ക് പോലീസുകാർ ഈ കത്തുകൾ കൊടുത്തിട്ട് ഇതെല്ലാം എഴുതിയത് ഒരാളാണോ എന്ന് കൺഫേം ചെയ്ത് പറയാൻ പറയും. പുള്ളിക്കാരൻ പരിശോധിച്ചിട്ട് അതെ, എഴുതിയതെല്ലാം ഒരേ ആള് തന്നെയാണെന്ന് പറയുന്നുണ്ട്. സോ കൊലയാളി തന്നെയാണ് കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത്. അതുകൊണ്ട് നാട്ടുകാരെ ഈ വിവരം അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സോ കുറച്ചു നാളത്തേക്ക് കുട്ടികളെ ബസ്സിൽ വിടണ്ട എന്ന് പിറ്റേന്ന് ടിവിയിൽ ഒരു ന്യൂസ് വരുന്നുണ്ട്. സോഡിയാക് കില്ലർ തന്നെയാണ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതേ വാർത്തയിൽ സോഡിയാക് കില്ലറിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അറിയുന്നവർ ഉടനെ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടണമെന്നും കൂടെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർക്ക് ആദ്യം കൊല നടന്നില്ലേ, അവിടുത്തെ പോലീസുകാരൻ വിളിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ ആദ്യ കൊലപാതകത്തിൽ രക്ഷപ്പെട്ട ആ ആൺകുട്ടി ഏകദേശം ബോധം വന്ന ഉടനെ നാട് വിട്ടുപോയി, മിസ്സിംഗ് ആണ്. അയാൾ പേടിച്ച് നാട്ടിൽ നിന്ന് ഓടിപ്പോയി. ഈ സോഡിയാക്കിന്റെ മുഖം നേരിട്ട് കണ്ടത് അയാൾ മാത്രമാണ്. ഇപ്പൊ അയാൾ നാട് വിട്ടുപോയതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പോലീസുകാർക്ക് അറിയില്ല. ഈ കേസ് 2 സ്റ്റേറ്റുകളിലുമായിട്ട് മാറി മാറി നടന്നുകൊണ്ട് ഇത് അന്വേഷിക്കാനുള്ള ബാധ്യത 2 സ്റ്റേറ്റിലെ പോലീസുകാർക്കുണ്ട്. പോലീസുകാർ പരസ്പരം അവർക്ക് ക്രൈം സീനുകളിൽ നിന്ന് ലഭിച്ച എവിഡൻസുകൾ കൈമാറാൻ പറയും. അതിൽ നമ്മുടെ ഹൾക്ക് ഇൻസ്പെക്ടർക്ക് ഒരു പാർഷ്യൽ പ്രിന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആദ്യം കൊല ചെയ്ത നടന്ന സ്ഥലത്ത് നിന്ന് ആ പോലീസുകാർക്ക് ഒരു 10 ഇഞ്ച് സൈസ് ബൂട്ടിന്റെ പ്രിന്റ് കിട്ടിയിട്ടുണ്ട്. അത് മിലിറ്ററിക്കാർക്ക് മാത്രം കിട്ടുന്ന ടൈപ്പ് ഓഫ് ഷൂ ആണ്. നമ്മൾ കോട്ട കിട്ടുക എന്ന് പറയില്ലേ, അതുപോലെ ഈ ബൂട്ട് കോട്ട കിട്ടുന്ന ടൈപ്പ് ഓഫ് ബൂട്ടാണ്. അത് കഴിഞ്ഞ് ഈ ഡ്രൈവർ മരണപ്പെട്ട സമയത്ത് 2 പോലീസുകാർ സംശയാസ്പദമായി പാർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടിരുന്നു. എന്നാൽ കാര്യമായിട്ട് ചോദ്യം ചെയ്തില്ല. ആ സമയത്ത് വോക്കി ടോക്കി ആരോ കറുത്ത ആളാണ് കൊലപാതകി എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊരു മിസ്ഇൻഫർമേഷൻ ആയിരുന്നു. ഈ പോലീസുകാര് അത് ധരിച്ചിട്ട് ആ വെളുത്ത മനുഷ്യനെ വെറുതെ വിട്ടു. എന്നാൽ അയാളായിരുന്നു യഥാർത്ഥ കില്ലർ. സോ ഈ പോലീസുകാര് ആ കില്ലറെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇവര് പറഞ്ഞ അടയാളം വെച്ച് ആർട്ടിസ്റ്റിനെ കൊണ്ട് പോലീസുകാരൊരു പടം വരപ്പിക്കും. ഇത് കഴിയുമ്പോൾ നമ്മുടെ പോലീസുകാർക്കൊരു സംശയം, ആദ്യത്തെ 2 കൊലപാതകങ്ങൾ കപ്പിൾസിനെ ആയിരുന്നു. പിന്നെന്തുകൊണ്ടാണ് ഇയാള് ആ പാറ്റേൺ മാറ്റി ലോൺലി ആയിരുന്ന ക്യാബ് ഡ്രൈവറെ കൊന്നത്? അത് ആ പാറ്റേൺ മുറിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം സീരിയൽ കില്ലേഴ്സിനെ പിടിക്കുമ്പോൾ പാറ്റേൺ ഉണ്ടെങ്കിൽ പിടിക്കാൻ എളുപ്പമാണ്. ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ പാവപ്പെട്ട ക്യാബ് ഡ്രൈവറെ കൊന്നത്. ഇത് പോലീസുകാർക്ക് മനസ്സിലാവും. പിറ്റേന്ന് രാത്രി TV ചാനലുകാർക്ക് ഞാനാണ് സോഡിയാക്ക് എന്ന് പറഞ്ഞ് ഏതോ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്രേ. ഈ ന്യൂസ് നമ്മുടെ ഇൻസ്പെക്ടർക്ക് കിട്ടും. 1969 ആണ് കാലഘട്ടം. സോഡിയാക്ക് പറഞ്ഞിരിക്കുന്നത് നാളത്തെ മോർണിംഗ് ഷോയിൽ നിങ്ങൾ മെൽവിൻ ബെല്ലിയെ കൊണ്ടുവരണം. ഈ മെൽവിൻ ബെല്ലി ഒരു എഴുത്തുകാരനും അഭിനേതാവുമാണ്. ഞാൻ മെൽവിൻ ബെല്ലിയുമായിട്ടേ സംസാരിക്കൂ, നാളെ കാലത്ത് ഞാൻ വിളിക്കുന്നതായിരിക്കും. ഇതും പറഞ്ഞ് സോഡിയാക്ക് കോള് കട്ട് ചെയ്തു. സോ പോലീസുകാർ പിറ്റേന്ന് രാവിലെ മെൽവിൻ ബെല്ലിയെ ആ ഷോയ്ക്ക് കൊണ്ടുപോയി ഇരുത്തുന്നു. എന്നിട്ട് സോഡിയാക്ക് വിളിക്കുന്നത് വരെ കാത്തിരിക്കുകയാണ്. കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ സോഡിയാക്ക് വിളിക്കുന്നു. പോലീസുകാർ ഈ കോള് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അതേസമയം ട്രേസ് ചെയ്യുന്നുണ്ട്. കോൾ അറ്റൻഡ് ചെയ്ത മെൽവിൻ ബെല്ലി, ഹലോ, ഞാൻ മെൽവിൻ ബെല്ലിയാണ്, നിങ്ങൾ ഇതാരാണ് സംസാരിക്കുന്നത്? സോഡിയാക്ക് പറയും, ഞാൻ സോഡിയാക്കാണെന്ന്. ഉടനെ മെൽവിൻ ബെല്ലി, ഞാൻ നിങ്ങളെ സോഡിയാക്ക് എന്ന് വിളിക്കണോ? നിങ്ങൾ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, മറ്റെന്തെങ്കിലും പേര് വിളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും, സാം എന്ന് വിളിച്ചോളാം. നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? നമുക്ക് തനിച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് മെൽവിൻ ബെല്ലി ചോദിക്കുന്നുണ്ട്. സോഡിയാക്ക് പറയും, ഫാൽമണ്ട് ഹോട്ടലിലേക്ക് വരൂ, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്ന്. മറ്റാരും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് കേട്ട മെൽവിൻ ബെല്ലി, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടോ? മെന്റലി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ നിങ്ങൾക്ക് ഡോക്ടറെ തരണമോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തരണമോ? എന്താണ് വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ സോഡിയാക്ക് പറയാണ്, എനിക്ക് തലവേദന ഉണ്ടാവാറുണ്ട്, ഭയങ്കര കഠിനമായ തലവേദന. അതുകൊണ്ടെന്താ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുമെന്ന് മെൽവിൻ പറയുമ്പോഴേക്കും കോള് കട്ടാവും. സംഭവം പോലീസുകാർ ആ കോള് ട്രേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സോഡിയാക്കിന് അറിയാം. ട്രേസ് ചെയ്യാനുള്ള സമയം കൊടുക്കാതെയാണ് പുള്ളി കട്ട് ചെയ്ത്. അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റെങ്കിലും വേണം ട്രേസ് ചെയ്യാൻ. അതുമ്പോഴേക്കും പുള്ളി കട്ട് ചെയ്തു. എന്നിട്ട് വീണ്ടും വിളിക്കും. അപ്പൊ മെൽവിൻ ചോദിക്കും, നിങ്ങളുടെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ സോഡിയാക്ക് പറയാണ്, എനിക്ക് ഗ്യാസ് ചേംബറിൽ പോകാൻ ഇഷ്ടമല്ല, ഞാൻ പോലീസിന് പിടികൊടുക്കില്ല, എനിക്ക് ജീവിക്കണം, ഞാൻ മരിക്കില്ല. ഈ തലവേദന മാറാൻ എനിക്ക് കൊല ചെയ്താലേ കഴിയുള്ളൂ, കൊല ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ആശ്വാസമുള്ളൂ. ഇത് കേട്ട മെൽവിൻ ചോദിക്കും, എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ തലവേദന ഉണ്ടായതെന്ന്? അയാൾ പറയാണ്, ഞാൻ ആദ്യത്തെ ആളെ കൊന്നത് മുതൽ എനിക്ക് ഈ തലവേദനയുണ്ട്.
തലവേദന ഉണ്ടാവുമ്പോഴെല്ലാം എനിക്ക് ആരെങ്കിലും കൊല്ലണം. നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെട്ടത് എന്ന് മെൽവിൻ ചോദിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഫോണിൽ കൂടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുക, ശക്തമായ കരച്ചിൽ. ഈ കരച്ചിൽ കേട്ട മെൽവിൻ അതെന്താണ് സാം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സോഡിയാക്ക് പറയും അതെന്റെ തലവേദനയാണെന്ന്. ഈ തലവേദനയാണ് എനിക്ക് എപ്പോഴുള്ളതെന്ന്. ഞാൻ അവരെ കൊല്ലാൻ പോവാ. എനിക്ക് ആ കുട്ടികളെ കൊന്നാലേ മതിയാവൂ. ഈ തലവേദന വിട്ടുപോവുകയുള്ളൂ. ഇത് കേട്ട മെൽവിൻ പറയും എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഞാൻ തന്നെ നേരിട്ട് വരാൻ, നമുക്ക് സംസാരിക്കാം. എവിടെയാണ് വരേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ വന്നോളാന്ന് പറയും. അപ്പൊ സോഡിയാക്ക് സെന്റ് വിൻസെന്റിലേക്ക് വരൂ 10:30 മണിക്ക്, ഞാൻ അവിടെ ഉണ്ടാവും പറയും. ഉടനെ മെൽവിൻ അങ്ങോട്ട് പുറപ്പെടുന്നുണ്ട്. മെൽവിൻ മാത്രമല്ല ഒരു വലിയ കൂട്ടം പോലീസുകാരും കൂടെ ചെല്ലും. ആ കില്ലറെ വിടാൻ പാടില്ലല്ലോ. ഇത്രയും പേര് അങ്ങോട്ട് ചെന്നാൽ എന്ത് വിശ്വാസത്തിലാണ് ആ കില്ലർ വരിക? ഇത് മെൽവിന് മനസ്സിലാകും അയാൾ വരാൻ പോകുന്നില്ല എന്നുള്ളത്. അതേപോലെ കില്ലർ അന്ന് വരുന്നില്ല. എന്നാൽ പോലീസ് അവരാൽ കഴിയുന്ന രീതിയിൽ ഈ കേസ് ക്രാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്പൊ ലാസ്റ്റ് സോഡിയാക്ക് വിളിച്ചില്ലേ, ആ വോയിസ് റെക്കോർഡ് ഇവരെ കയ്യിലുണ്ട്. അതുകൊണ്ട് രണ്ടാമത് സോഡിയാക്ക് കൊല ചെയ്യാൻ ശ്രമിച്ചിട്ട് കപ്പിളിൽ ഒരാൾ മരണപ്പെട്ടില്ല, അയാൾക്ക് ജീവനുണ്ടായിരുന്നു. ആ ലേക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്തപ്പോ ഭർത്താവ് മാത്രം രക്ഷപ്പെട്ടില്ലേ, ആ ഭർത്താവിനെ പോലീസുകാർ വിളിച്ചു വരുത്തി ഈ അവസാനം സോഡിയാക്ക് സംസാരിച്ച വോയിസ് റെക്കോർഡ് കേൾപ്പിച്ചു കൊടുക്കും. ഇത് അതേ ആള് തന്നെയാണോ എന്നറിയാൻ വേണ്ടി. പക്ഷെ ഇയാള് പറയാ ഇത് അയാളല്ല, എന്നോട് സംസാരിച്ച ആൾക്ക് കുറച്ചുകൂടെ കനമായിട്ടുള്ള വോയിസ് ആയിരുന്നു, പ്രായമുണ്ടായിരുന്നു, ഇത് അതിലും ചെറുപ്പക്കാരനാ, വോയിസ് തമ്മിൽ മാച്ച് ആകുന്നില്ല എന്നയാൾ പറയും. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളാണ് പോലീസുകാരുടെ തല തിരിച്ചു കളഞ്ഞത്. വീണ്ടും 2.5 വർഷം കഴിഞ്ഞു പോകുന്നു. അപ്പോഴാണ് സോഡിയാക്കിൽ നിന്നും പത്രക്കാർക്ക് പുതിയൊരു കത്ത് ലഭിക്കുന്നത്. അതിൽ സോഡിയാക്ക് 1-2 കുട്ടികളെയല്ല ഇനി ഞാൻ കൊല്ലാൻ പോകുന്നു, ഒരു ബസ്സിന് തന്നെ ബോംബ് വെച്ച് എല്ലാവരെയും കൊന്നുകളയെന്ന് പറഞ്ഞ് ഒരു ഭീഷണി കത്തും ഒപ്പം ഡീകോഡ് ചെയ്യാനുള്ള സൈഫറും പിന്നെ ആ ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെത്തേഡിന്റെ ഒരു ഡ്രോയിങ്സും ഇതെല്ലാം കൂടെ ചേർത്ത് അയക്കുന്നു. ആ കത്തിൽ ഞാൻ ബോംബുണ്ടാക്കി എന്റെ ബേസ്മെന്റിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. കാലിഫോർണിയയിലെ വീടുകളിൽ അങ്ങനെ അധികം ബേസ്മെന്റുകളില്ല. സോ നമ്മുടെ ഇൻസ്പെക്ടർ ഈ കൊലപാതകം നടന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള പഴയ ബേസ്മെന്റ് ഉള്ള വീടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പറയും. പഴയ സിറ്റി പ്ലാനിൽ ബേസ്മെന്റ് ഉള്ള വീടുകളുടെ വിവരങ്ങൾ കിട്ടും. അതുകൊണ്ട് ആ വഴിക്ക് ഒരു അന്വേഷണം കൂടെ നടത്തുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ ആക്ടർ മെൽവിന് ഒരു കത്ത് ലഭിക്കുന്നത് സോഡിയാക്കിൽ നിന്നും. അതിൽ എഴുതിയിരിക്കുന്നത് എന്റെ പവർ നഷ്ടപ്പെടുമോ എന്നെനിക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും കൊല്ലാൻ പോകുന്നു. ഇപ്പൊ കൊല്ലാൻ പോകുന്നത് എന്റെ 10ാമത്തെ വിക്ടിമാണ്, അതിന് നിങ്ങളാണ് സാക്ഷി എന്ന് പറഞ്ഞിട്ടാണ് കത്തെഴുതിയിട്ടുള്ളത്. മെൽവിൻ ഡാഡി പറയും ഇയാള് കത്തെഴുതുക മാത്രമല്ല എന്റെ വീട്ടിലേക്ക് പലതവണ വിളിച്ചിട്ടുമുണ്ട്, ഞാനപ്പോ വീട്ടിലുണ്ടായിരുന്നില്ല, ജോലിക്കാരിയാണ് ഫോൺ എടുത്തത്, ഞാൻ ഇല്ല എന്ന് മാത്രമാണ് അവള് പറഞ്ഞത്. ഈ വിവരങ്ങളെല്ലാം പോലീസ് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ യൂസ് ഒന്നുമില്ല. ഇപ്പോഴും സിറ്റി സോഡിയാ കില്ലറെ പേടിച്ചിരിക്കുക. സംഭവം കഴിഞ്ഞ് 2.5 മാസങ്ങൾക്ക് ശേഷം മൊഡസ്റ്റോയിലേക്ക് പോകുന്ന ഒരു ഹൈവേ, അവിടെ ഒരു അമ്മയും കുഞ്ഞും, അമ്മ കാർ ഓടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഹൈവേയിൽ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവാ. അപ്പോൾ പുറകെ വരുന്ന കാറ് ലൈറ്റ് തെളിയിച്ചും ഹോൺ അടിച്ചും ഇവരോട് വണ്ടി നിർത്താൻ പറയും. ഈ അമ്മയോട് വണ്ടി നിർത്താൻ പറയും. അമ്മ വണ്ടി നിർത്തുമ്പോ പുറകെ കാറി വന്ന ആള് മാഡം നിങ്ങളെ ഒരു ടയറിലെ നട്ട് ലൂസായിട്ടുണ്ട്, അതെങ്ങാനും ഓൺ ദ വേ ഇളകിപ്പോയാൽ അപകടം സംഭവിക്കും, സോ നിങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത് ടൈറ്റ് ചെയ്ത് തരാം, അകത്തന്നെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ മേഡത്തിന്റെ കാർ ടയർ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവരും സംശയിക്കൊന്നുമില്ല, അവരെ കുഞ്ഞ് പിറകെ സീറ്റിലുണ്ട്. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ പിൻ കാറുകാരൻ പറയും എല്ലാം ഓക്കെയാണ് മാഡം, ഇപ്പൊ നിങ്ങൾ വണ്ടി എടുത്തിട്ട് പോയിക്കോളൂ. ഈ ലേഡി നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് കാറും സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോവാണ്. ഒരു 1 കിലോമീറ്റർ പോയില്ല, കാറിലെ വീല് പൊട്ടി ഊരിപ്പോയി. കാർ ഇനി അനക്കാൻ പറ്റില്ല. ഇവരാകെ ഷോക്കായി പോവും, എന്താ സംഭവിച്ചെന്നറിയില്ല. അപ്പോഴാണ് കാർ ടയർ ശരിയാക്കി തന്ന ആള് അയ്യോ മാഡം നിങ്ങളെ കാറിന്റെ ടയർ മുഴുവനായിട്ടും ഉപയോഗിച്ച് പോയല്ലോ, ഇത്രയും കുഴപ്പമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യാം, എന്റെ കൂടെ വരൂ, ഞാൻ അടുത്ത സർവീസ് സ്റ്റേഷനിൽ നിങ്ങളെ ഇറക്കി വിടാം, പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോ, എന്തായാലും ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട, വേണ്ട സാധനങ്ങൾ എടുത്തോളൂ എന്ന് പറയും. ഈ ലേഡിക്ക് അപ്പോഴും പുള്ളിക്കാരന്റെ മേൽ സംശയമില്ലാത്തതുകൊണ്ട് അവർ തന്റെ കുഞ്ഞിനെ എടുത്ത് ഇയാളുടെ വണ്ടി കയറുന്നു. യഥാർത്ഥത്തിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി കാറിന്റെ ടയർ ലൂസ് ചെയ്യായിരുന്നു. അത് പെണ്ണിന് മനസ്സിലാവുക ഇയാളെ കാറ് സർവീസ് സ്റ്റേഷനും താണ്ടി ചെന്നിട്ടും നിർത്തുന്നില്ല. എന്താ സാർ വണ്ടി നിർത്താത്തതെന്ന് ലേഡി ചോദിക്കുമ്പോൾ അയാൾ പറയും ഞാൻ നിന്നെ കൊല്ലുന്നതിന് മുന്നേ നിന്റെ കുട്ടിയെ കാറിൽ നിന്നും വലിച്ചെറിയും, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ നിന്നെ കൊല്ലുന്നത്. ഇത് കേട്ട പെണ്ണ് പാനിക്കായി പെട്ടെന്ന് അയാളെ കാറിന്റെ ഡോറ് തള്ളി തുറന്ന് പുറത്തേക്ക് ചാടും. ഓടുന്ന വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുകയാണ് പെണ്ണ് ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഭാഗ്യത്തിന് ആ നേർക്ക് വന്നൊരു ട്രക്കുകാരൻ ലേഡിയെ കാണുന്നോണ്ട് അവര് ലേഡിയെ രക്ഷപ്പെടുത്തി പോലീസിന് വിവരം അറിയിക്കും. പോലീസ് വരുമ്പോ ലേഡി തന്റെ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. വീണ്ടും അയാൾ വന്ന് പിടിച്ചാലോ എന്ന് ഭയന്നിട്ട്. ഈ സംഭവം കഴിഞ്ഞ് കറക്റ്റ് 30 ദിവസം പത്രക്കാർക്ക് വീണ്ടും സോഡിയാക്കിൽ നിന്നും ഒരു കത്ത് ലഭിക്കുന്നു. അതിൽ ഈ പെണ്ണിനെ ഹൈവേയിൽ നിന്നും പിക്കപ്പ് ചെയ്ത് ഞാൻ കൊല ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ മണ്ടിപ്പെണ്ണ് കാറിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അവളുടെ കാറ് ഞാൻ കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ് അതേ സ്പോട്ടിൽ വെച്ച്. ആ ലേഡിയുടെ കാറുള്ള സ്ഥലത്തേക്ക് പോലീസുകാർ പോയപ്പോൾ കാറ് മുഴുവനായിട്ട് ഈ സോഡിയാക്ക് കത്തിച്ചിരുന്നു. എന്നിട്ട് ആ വിവരങ്ങളാണ് ഇയാൾ കത്തിലൂടെ പത്രക്കാരെ അറിയിച്ചിട്ടുള്ളത്.
ഈ കത്ത് കിട്ടിയ നമ്മുടെ പോൾ അയൺമാൻ ഹീറോയെ വിളിച്ചിട്ട് പോയിട്ട്, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചുതരാം. നമുക്ക് ഈ സോഡിയാക്കിനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒരു SF ഓഫീസറെ സോഡിയാക്ക് താനാണ് കൊന്നതെന്ന് പറഞ്ഞ് കത്തെഴുതിയിരുന്നു. എന്നാൽ പോലീസുകാർക്ക് മറ്റൊരു പ്രതിയെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ സോഡിയാക്ക് വേറെ ആരെങ്കിലും കൊന്നതിന്റെ ക്രെഡിറ്റും കൂടെ ഏറ്റെടുക്കുന്നുണ്ട്, എല്ലാവരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അയാൾക്ക് ഫെയിം ഇഷ്ടമാണ്, തന്നെക്കുറിച്ച് സംസാരിക്കുന്നതും ജനങ്ങൾ പേടിക്കുന്നതും ഇഷ്ടമാണ്. അതുകൊണ്ട് ഫേക്ക് കത്തുകളും പുള്ളിക്കാരൻ എഴുതുന്നുണ്ട്. അയാൾ താൻ 10 പേരെ കൊന്നു എന്ന് പറയുന്നത് സത്യമല്ല. നമുക്ക് കിട്ടിയ അറിവ് വെച്ച് 3 പേരെ ഇതുവരെ കൊന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും തെളിഞ്ഞതല്ല. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പോൾ ഒരു വാച്ചിന്റെ പരസ്യം കാണിച്ചു കൊടുക്കുന്നു. സോഡിയാക്ക് എന്ന് പേരുള്ള ഒരു ബ്രാൻഡിന്റെ വാച്ചാണത്. ആ വാച്ചിന്റെ സിമ്പലാണ് ഷൂട്ടിംഗ് മാർക്കുള്ള സിമ്പൽ. ഈ പേരും സിമ്പലും സോഡിയാക്ക് വാച്ചിൽ നിന്ന് അവൻ കട്ടെടുത്താണ്. അതുകൊണ്ട് അവന്റെ കത്തുകൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കേണ്ടതില്ല എന്ന് പോൾ പറയും. ഇത് കഴിയുമ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. കറക്റ്റ് നമ്മുടെ പോളിന് തന്നെ ഈ സോഡിയാക്ക് ഒരു കത്തെഴുതുന്നുണ്ട്. അതിൽ അവസാനമായിട്ട് അയാൾ കൊന്ന ആളുടെ രക്തക്കറ പുരണ്ട തുണിയുണ്ടാവും. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണമല്ലേ? ഞാനത് മനസ്സിലാക്കി തരാം. പക്ഷേ നീ അതറിയുമ്പോൾ തന്നെ മരണപ്പെടും. ഹാപ്പി ഹാലോവീൻ. ഇങ്ങനെ ഒരു ഹാലോവീന്റെ കാർഡാണ് സോഡിയാക്ക് പോളിന് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം സോഡിയാക്ക് ഒരു ഹോമോസെക്ഷൽ ആണെന്ന് പോൾ ന്യൂസ് പേപ്പറിൽ എഴുതിയിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം സോഡിയാക്കിന് നിന്റെ മേലുള്ള ദേഷ്യമെന്ന് പോലീസുകാർ പറയും. എന്തായാലും സോഡിയാക്ക് അറ്റാക്ക് ചെയ്യാൻ വന്നാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോൾ ഒരു തോക്ക് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അതിന് ട്രെയിനിങ് എടുക്കും. ആ സമയത്താണ് ഏതോ ഒരു ഗ്രാമവാസി നമ്മുടെ പത്രക്കാരൻ അയൺമാൻ പോളിനെ വിളിച്ച്, എനിക്ക് സോഡിയാക്കിനെ പറ്റി ഒരു ടിപ്പ് തരാനുണ്ട്, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് പറയുന്നു. കൂടെ വരാമോ എന്ന് പോൾ ഹീറോയോട് ചോദിക്കും. പക്ഷെ ഹീറോയ്ക്കാണെങ്കിൽ അന്നൊരു ഡേറ്റ് ഉള്ളതുകൊണ്ട് കൂടെ പോകാൻ പറ്റില്ല. ഹീറോ ആ ഡേറ്റിന് പോകുന്നു. എന്നാൽ ആ ഡേറ്റിന് പോയിട്ടും ഈ സോഡിയാക്കിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ആ പെൺകുട്ടിയോട് ഹീറോ സംസാരിക്കുക. തന്റെ കൂട്ടുകാരൻ ആ ടിപ്പറെ കാണാൻ പോയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യും. അപ്പൊ ആ പുതിയ കാമുകി ഒരുപക്ഷെ സോഡിയാക്ക് തന്നെ ടിപ്പറാണെന്ന് പറഞ്ഞ് പോളിനെ വിളിച്ചതാണെങ്കിലോ? സോഡിയാക്കിന് പോളിനോട് ദേഷ്യമുണ്ടല്ലോ, അത് തീർക്കാൻ വിളിച്ചതാണെങ്കിലോ? നീ എന്തായാലും വിളിച്ചന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് ആ ലേഡി ഹീറോയെ കോൾ ചെയ്യാൻ പറയുന്നു. പോളിന്റെ കയ്യിൽ മൊബൈലൊന്നുമില്ല. സോ ഹീറോ പോളിന്റെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പോൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. പോൾ എത്തിയ ഉടനെ എന്നെ തിരിച്ചു വിളിക്കാൻ പറയൂ, ഞാൻ കാത്തിരിക്കുകയാണെന്ന് ഹീറോ പറയും. ഈ സമയത്ത് പോൾ ആണെങ്കിൽ ആരെയോ ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ആരെയാണെന്ന് നമുക്കറിയില്ല. രാത്രി ഹീറോയ്ക്ക് കോള് വരും പോളിൽ നിന്ന്. പോള് പറയും, എനിക്ക് പുതിയൊരു എക്സ്ക്ലൂസീവ് ലഭിച്ചിട്ടുണ്ട്, നമ്മൾ നാളെ കാലത്ത് തന്നെ അത് TV-യിലൂടെ പറയുന്നതായിരിക്കും. അങ്ങനെ പോലീസിന് ലഭിക്കാത്ത ന്യൂസ് പോള് TV-യിലൂടെ വെളിപ്പെടുത്താണ്. സംഭവം സോഡിയാക്ക് ആദ്യമായിട്ട് കൊന്നത് ആ കാറിലുണ്ടായിരുന്ന ഹൈസ്കൂൾ പിള്ളേരെയല്ല. അതിനു മുന്നേ 1966 സദേൺ കാലിഫോർണിയയിൽ ഒരു പെൺകുട്ടിയെ കൊല ചെയ്തിരുന്നു. റിവർസൈഡ് മർഡർ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. ആ കൊലപാതകം കഴിഞ്ഞിട്ട് അവിടുത്തെ പത്രക്കാർക്ക് ഈ സോഡിയാക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. അത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നു ആ ന്യൂസ്. നമ്മുടെ പോളാണ് അത് കണ്ടുപിടിച്ചത്. ആ കത്തിലെ കൈയക്ഷരവും ഇപ്പോഴത്തെ കത്തിലെ കൈയക്ഷരവും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് സോഡിയാക്കിന്റെ ഫസ്റ്റ് മർഡർ എന്ന് പോള് പറയും. പോലീസുകാർക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. ഇവരോട് പറയാതെ ആദ്യമേ ചെന്ന് പോള് TV ന്യൂസിൽ ഈ വിവരം പറഞ്ഞുകൊണ്ട്. എന്തായാലും ഇപ്പൊ നമ്മുടെ പോലീസുകാര് ആ ഫസ്റ്റ് മർഡർ അന്വേഷിക്കാൻ കാലിഫോർണിയയിലെ റിവർസൈഡിലേക്ക് പോകുന്നു. ചെറിൽ ജോ ബെയ്റ്റ്സ് എന്ന പെൺകുട്ടിയാണ് അന്ന് കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 13, 1966. അന്ന് രാത്രി ലൈബ്രറിയിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് പരിചയമില്ലാത്ത ഒരു പുരുഷനുമായിട്ട് ഈ പെണ്ണ് പുറത്തു പോയിട്ടുണ്ട്. പിറ്റേന്ന് കാലത്ത് പോലീസുകാർക്ക് അവളുടെ ഡെഡ് ബോഡിയാണ് കണ്ടുകിട്ടുന്നത്, കത്തിയാൽ കുത്തി കൊല ചെയ്യപ്പെട്ട അവസ്ഥയിൽ. അത് കഴിഞ്ഞ് പോലീസുകാർക്ക് ഒരു കത്ത് ലഭിക്കുന്നു, ഞാനാണ് ആ പെൺകുട്ടിയെ കൊന്നെന്ന് പറഞ്ഞിട്ട്. ആളാരാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കില്ലർ ചോദിച്ചിരുന്നു. പക്ഷെ പോലീസുകാർ ആ സംഭവത്തിന് വിസമ്മതിച്ചു. എന്നാൽ 6 മാസം കഴിഞ്ഞ് ഈ പെൺകുട്ടിയുടെ അച്ഛനും ബന്ധുക്കൾക്കും ഇതേപോലുള്ള കത്ത് ലഭിച്ചിട്ടുണ്ട്. അവളെ എങ്ങനെയാണ് കൊന്നതെന്ന് വിവരിച്ചെഴുതിയ കത്ത്. അവിടുത്തെ പോലീസുകാർ പ്രതിയായിട്ട് ഒരാളെ പിടിച്ചിരുന്നു. അയാൾക്കെതിരെ എന്തൊക്കെയോ തെളിവുകളുണ്ട്. എന്നാൽ അയാൾ തന്നെയാണ് കുറ്റവാളിന്ന് ഉറച്ച തെളിവുകളില്ല. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യാണ്. ഈ ഇൻഫർമേഷൻസ് എല്ലാം ഗ്യാദർ ചെയ്ത് പോലീസുകാരൻ ഇറങ്ങുന്ന സമയത്താണ് പോളിനെ അവിടെ വെച്ച് കാണുന്നത്. ഈ കേസിന് വേണ്ടി ഞങ്ങൾ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്നിട്ടാണ് നീ ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചതെന്ന് ചോദിച്ചിട്ട് പോലീസുകാരൻ പോളിനോട് ചൂടാവുന്നുണ്ട്. അപ്പൊ പോള് പറയാ, 1.5 വർഷം കഴിഞ്ഞില്ലേ, ഇനിയെങ്കിലും അയാളെ പിടിക്ക്. അത് കഴിഞ്ഞിട്ട് നീ എന്നോട് ചൂടായിക്കോ, എനിക്ക് കുഴപ്പമില്ല. പോലീസുകാരൻ ഒന്നും മിണ്ടാതെ പോകുന്നു. വീണ്ടും നാളുകൾ കടന്നു പോവാണ്. സോഡിയാക്കിനെ പറ്റി എന്തെങ്കിലും ചെറുതായിട്ട് അറിയുന്നവർ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വിവരം പറയൂന്ന് പറഞ്ഞിട്ട് പോലീസുകാർ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. പലരും അറിയാമെന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിലുള്ള എന്തൊക്കെയോ ചിന്തകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പോലീസ് ആകെ കുഴഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ പറയുന്ന കാര്യം നമ്മുടെ പോലീസുകാർക്ക് സ്ട്രൈക്ക് ആവുക. ഏതോ ഒരു മനുഷ്യനാണ്, അയാളിങ്ങനെ സോഡിയാക്കിനെ കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുന്നു. അതാണ് പോലീസുകാർക്ക് സ്ട്രൈക്ക് ആവുക.
ഒരു കമ്പനി ജോലിക്കാരൻ പറയും, പണ്ട് എന്റെ കൂടെ നാട്ടിലൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹണ്ടിങ്ങിന് പോവാറുണ്ട്. ആ സമയത്ത് അവൻ മനുഷ്യരെ ഇതുപോലെ ഹണ്ട് ചെയ്താൽ എങ്ങനെയിരിക്കും? നല്ല രസമായിരിക്കില്ലേ? പോലീസ് നമ്മളെ കണ്ടുപിടിക്കാതിരുന്നാലോ നമ്മളൊരു രാത്രി വേട്ടക്കാരനായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് സോഡിയാക്ക് എന്നുള്ള പേര് നൽകും. എന്നിട്ട് മനുഷ്യരെ രാത്രി വേട്ട ചെയ്യും. ഇങ്ങനെ അയാളുടെ പഴയ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു. എന്തോ മണ്ടത്തരം പറയാണെന്നാണ് പുള്ളി ആദ്യം വിചാരിച്ചത്. പക്ഷെ എന്തായാലും അവന്റെ സ്വഭാവം അത്ര ശരിയല്ലാത്തതുകൊണ്ട് അയാളുമായിട്ടുള്ള കൂട്ടുവെട്ടി. ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷമാണ് സോഡിയാക്ക് കില്ലിങ്ങിനെ പറ്റി ഈ കമ്പനി ജോലിക്കാരൻ അറിയുന്നത്. പണ്ട് ആ കൂട്ടുകാരൻ സ്കൂൾ ബസിന്റെ ടയറുകൾ ഷൂട്ട് ചെയ്ത് പൊട്ടിക്കണമെന്ന് പറഞ്ഞതായിട്ട് ഇയാൾ ഓർക്കുന്നുണ്ട്. അതേപോലെ ലേക്ക് സൈഡിൽ 2 കപ്പിൾസിനെ അറ്റാക്ക് ചെയ്തില്ലേ, ആ സ്ഥലത്തേക്ക് ഈ കൂട്ടുകാരൻ സ്കൈ ഡൈവിങ്ങിന് പോവാറുണ്ട്. ഒരുപാട് തവണ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുത്തെ ലോക്കൽ പോലീസുകാരുമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. അവരെന്നെ കേൾക്കാൻ തയ്യാറായില്ല. നിങ്ങളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്കാരൻ പോകും. അപ്പൊ ഈ കമ്പനിക്കാരൻ പറഞ്ഞ ലീ എന്ന ആളെപ്പറ്റി പോലീസുകാർ അന്വേഷിക്കുകയാണ്. അപ്പൊ അയാൾക്കെതിരെ ഒരു സ്കൂളിൽ കംപ്ലൈന്റ് ഉണ്ട്. പുള്ളിക്കാരൻ സ്കൂൾ കുട്ടികളെ മോശമായ രീതിയിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ലെയ് എന്ന പുള്ളിക്കാരനെ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണമെന്ന് പോലീസുകാരൻ തന്റെ ചീഫിനോട് പറയും. അങ്ങനെ ഇവർ ആ ലെയ്യിനെ കാണാൻ പോവാണ്. അയാളും ഏതോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യായിരുന്നു. ഇവർ ചെന്ന ആളെ കാണും. വഴുക്കത്തല, തടിച്ച ശരീരം, കാണാൻ നോർമൽ ആയിട്ടുള്ള ആൾ തന്നെയാണ്. പോലീസുകാർ അയാളെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങൾക്ക് സോഡിയാക്കിനെ പറ്റി അറിയുമോ എന്ന് ചോദിക്കും. അപ്പം അയാൾ പറയും, ഞാനൊരു തവണ പത്രത്തിൽ കണ്ടിരുന്നു, പിന്നീട് അത് ശ്രദ്ധിക്കാൻ പോയില്ല എന്ന്. അതേപോലെ ലേക്ക് സൈഡിൽ നടന്ന കൊലപാതകത്തെ പറ്റി പോലീസുകാർ അന്വേഷണം നടത്തിയപ്പോൾ എന്നോടും ചോദിച്ചിരുന്നു. ഞാൻ എല്ലാ വിവരങ്ങളും അപ്പം തന്നെ പറഞ്ഞാണല്ലോ. ഞാൻ അവിടെ സ്കിൻ ഡൈവിന് പോകാറുണ്ട് ഇടയ്ക്ക്. അന്ന് ഞാൻ പോയിരുന്നു. പക്ഷെ 4 മണിക്ക് തന്നെ ഞാൻ തിരിച്ചു വന്നതാണ്. എൻ്റെ നെയ്ബർ എന്നെ കണ്ടതായിരുന്നു. പക്ഷെ ഇപ്പം സാക്ഷ്യം പറയാൻ അങ്ങേര് ജീവനോടെ ഇല്ല. കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. പിന്നെ അന്ന് എൻ്റെ കാറിലുണ്ടായിരുന്ന കത്തി അത് ഞാൻ കോഴികളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതൊരു പക്ഷെ എൻ്റെ കൂട്ടുകാരൻ കണ്ടു കാണണം. ബിൽ, അതായത് പോലീസുകാർ നേരത്തെ സംസാരിച്ച ആൾ. ആ സംശയം വെച്ചിട്ടാവണം നിങ്ങൾ എന്നെ വീണ്ടും കാണാമെന്നിരിക്കുന്നു. എന്നാൽ അതെല്ലാം അവൻ്റെ കണക്ക് കൂട്ടലുകൾ മാത്രമാണ്. യാതൊന്നും സത്യമല്ല. ഈ കത്തിയുടെ കാര്യം ശരിക്കും ആ കൂട്ടുകാരൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇയാളുടെ വായിൽ തന്നെയാണ് ഇപ്പോൾ പോലീസുകാർ അത് കേൾക്കുന്നത്. അവർ തലയാട്ടും ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1966 റിവർ സൈഡിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് പോലീസുകാർ ചോദിക്കുന്നു. ഈ ലേ എന്ന സസ്പെക്ട് പറയും, ഞാൻ ആ വർഷം റിവർ സൈഡ് പോയിട്ടുണ്ട്. ഇടയ്ക്ക് മോട്ടോർ റേസ് കാണാൻ പോകാറുണ്ട്. നിങ്ങൾ ആ റിവർ സൈഡ് കില്ലിങ്ങിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കൂ, ഐ ആം നോട്ട് ദ സോഡിയാക്ക്. നിങ്ങൾ വിചാരിക്കുന്ന സോഡിയാക്ക് അല്ല ഞാൻ. അതെനിക്ക് പറയാൻ പറ്റും. ഇയാളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോഴൊക്കെ പോലീസുകാർ ഇയാളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഭയങ്കര ആറ്റിറ്റ്യൂഡുള്ള ഒരു മനുഷ്യൻ, ഒരു ധിക്കാരഭാവം മുഖത്തിനും ശരീരത്തിനും. പറ്റുമെങ്കിൽ കണ്ടുപിടിക്കടാ എന്നുള്ളൊരു ഭാവം. അത് ആ കില്ലറുടെ പ്രൊഫൈലിനും യോജിച്ചാണ്. ഇപ്പൊ ഹീറോ പോലീസ് ലീയുടെ കയ്യിലുള്ള വാച്ച് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കും. അയാൾ വാച്ച് ഊരി കൊടുക്കുന്നു. അതൊരു സോഡിയാക്കിന്റെ വാച്ചാണ്. 2 വർഷങ്ങൾക്ക് മുന്നേ എന്റെ അമ്മ ഈ വാച്ച് ഗിഫ്റ്റ് ചെയ്താണെന്ന് ലീ പറയും. അത് കഴിഞ്ഞ് പോലീസുകാർ നിങ്ങൾ ബില്ലിനോട് ദ മോസ്റ്റ് ഡേഞ്ചറസ് ഗെയിം എന്ന പുസ്തകത്തെ പറ്റി പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ ലീ പറയും, ആ കാരണം കൊണ്ടാണ് നിങ്ങൾ എന്നെ സംശയിച്ചത്. ആ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് സംസാരിച്ചിരുന്നു. ഒരു ചാലഞ്ചിന് വേണ്ടി മനുഷ്യരെ വേട്ടയാടുന്ന മനുഷ്യൻ. അതാണ് ഞാൻ ബില്ലിനോട് പറഞ്ഞത്. അതിലവൻ തെറ്റിദ്ധരിച്ചായിരിക്കാം. നിങ്ങളും അവൻ പറയുന്നത് കേട്ട് ഇത്രയും ദൂരം വന്നു. കാര്യമൊന്നുമില്ല, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി, ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോവും. എന്നാൽ പോലീസുകാർക്ക് ഏകദേശം കൺഫേമായി ഇവൻ തന്നെയാണ് ആളെന്ന്. ഇവർ ആ ലെയുടെ സഹോദരനെ ക്വസ്റ്റ്യൻ ചെയ്യും. സഹോദരനോടും ഭാര്യയോടും ഇവർ ലെയെ പറ്റി ചോദിക്കുകയാണ്. ലെയ് തനിച്ചാണ് താമസിക്കുന്ന. ഒരുപാട് കാലമായിട്ട് ഭാര്യയും കുട്ടികളൊന്നുമില്ല. ഇടയ്ക്ക് കാണാറുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ സംശയിക്കുന്നതെന്ന് ചേട്ടൻ പുള്ളി ചോദിക്കും. അപ്പൊ പോലീസുകാർ പറയും പഴയൊരു കൂട്ടുകാരൻ പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ടാണെന്ന്. അപ്പൊ ലീയുടെ ചേട്ടൻ ചോദിക്കുകയാണ്, ബിൽച്ചനെയാണ് പറഞ്ഞെങ്കിൽ അവൻ എന്റെയും കൂട്ടുകാരനായിരുന്നു. എനിക്ക് അവനെ വിശ്വാസമാണ്. അവൻ പറഞ്ഞതിനോട് ഞാൻ എതിർപ്പൊന്നും പറയില്ല. നിങ്ങളുടെ അന്വേഷണത്തിന് ഞാൻ തടസ്സവും നിൽക്കില്ല. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് ചേട്ടൻ പുള്ളി പറയും. അപ്പൊ പോലീസുകാര് ഈ സോഡിയാക്കിന്റെ ലെറ്റർ കൊടുത്തിട്ട് ഈ കൈയക്ഷരവുമായിട്ട് ലീയുടെ കൈയക്ഷരത്തിന് ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറയും. മാച്ച് ഉണ്ടോ നോക്കാൻ. ചേട്ടന്റെ ഭാര്യ സോഡിയാക്കിന്റെ ലെറ്റർ ചെക്ക് ചെയ്തിട്ട് അതെ, ഇതിലെ SS പോലെയാണ് ലീ ക്രിസ്മസിന് SS എഴുതുക. ബാക്കിയുള്ള ലെറ്റേഴ്സിന്റെ മാച്ച് എനിക്ക് അറിയുന്നില്ല. അവൻ അവസാനമായിട്ട് എഴുതിയ ക്രിസ്മസ് വിഷിന്റെ കാർഡ് എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് ചേട്ടത്തി പറയും. പോലീസുകാർ അതും വാങ്ങിച്ചിട്ട് പോകുന്നു. ലേയുടെ കൈയക്ഷരമുള്ള കാർഡ്. എന്നാൽ ഇവിടെ ഒരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് ചെയ്യുന്ന പ്രൊഫസർ ആ കാർഡിലെ കൈയക്ഷരവും സോഡിയാക്ക് എഴുതിയ ലെറ്ററിലെ കൈയക്ഷരവും തമ്മിൽ മാച്ച് ഇല്ല എന്ന് പറയും. അത് പോലീസുകാർക്ക് വലിയൊരു അടിയായി. എവിഡൻസുകൾ തമ്മിൽ മാച്ച് ചെയ്യുന്നില്ല. ലീ ഇടം കൈയനാണ്,
കത്തെഴുതിയിരിക്കുന്നത് വലം കൈകൊണ്ട്. സോ അതുകൊണ്ടായിരിക്കും മാച്ച് ആവാത്തതെന്ന് ഹീറോ പോലീസ് പറയുമ്പോൾ ആ പ്രൊഫസർ പറയും, ഏത് കൈകൊണ്ട് എഴുതിയാലും നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നതേ എഴുതും, അതിലൊരു മാച്ച് ഉണ്ടാവും. നമ്മളിപ്പോൾ കൈമാറ്റി എഴുതിയാലും അക്ഷരങ്ങൾക്ക് വൃത്തി കുറയുമെങ്കിലും അതിന്റെ സ്ട്രക്ചർ സെയിം ആയിരിക്കും. അതിൽ നിന്നാണ് ഈ പ്രൊഫസർ കണ്ടുപിടിച്ചത് പ്രകാരം ലീയിന്റെ കൈയക്ഷരവും സോഡിയാക്കിന്റെ ലെറ്ററും തമ്മിൽ മാച്ചില്ല. സോ അയാൾക്കെതിരെ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വീട് പരിശോധിക്കാൻ കോടതി വാറണ്ട് കൊടുക്കുന്നില്ല പോലീസുകാർക്ക്. വീണ്ടും ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ടൈം ലാപ്സ് കാണിക്കാൻ വേണ്ടി ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് നല്ല രസമുണ്ട്. എന്തോരം ദിവസം എടുത്ത് കാണണം. ഇപ്പൊ 1 വർഷം കഴിഞ്ഞ് നമ്മുടെ പോളില്ലേ, അയാൾ ഈ സോഡിയാക് കേസ് അന്വേഷിച്ച് ഏകദേശം പ്രാന്തന്റെ അവസ്ഥയായി. പത്രം ഓഫീസിലെ ഡീന് പറയും ആ കേസ് ഡ്രോപ്പ് ചെയ്ത് അടുത്ത ക്രൈമിന് പുറകെ പോവാൻ. എന്നാൽ അതിന് പോൾ തയ്യാറാവുന്നില്ല. എല്ലാ സമയത്തും മദ്യപിച്ച് നടക്കുക. പുള്ളിക്ക് ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ല, മാനസികമായിട്ട് തളർന്നു. അതുകൊണ്ട് പുള്ളി തന്നെ ജോലി രാജിവെച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പൊ 1972 ആയി. ആ സമയത്ത് ലീയിന്റെ ചേട്ടത്തി പോലീസുകാർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ലീ ഇങ്ങനെ കുടുംബമൊന്നുമില്ലാതെ അനാഥമായി കഴിയുന്നതുകൊണ്ട് അയാൾക്കൊരു കൗൺസിലിംഗ് കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു സോഷ്യൽ വർക്കറുടെ അടുത്തേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി ഏടത്തിയമ്മയും ചേട്ടനും കൂടെ ലീയെ പറഞ്ഞു വിട്ടിരുന്നു. അപ്പൊ ആ കൗൺസിലർ പറഞ്ഞത് ലീയുടെ സ്വഭാവം വെച്ച് അയാൾ ആൾക്കാരെ കൊല്ലാൻ കേപ്പബിൾ ആണെന്നാണ്. ഒരു കില്ലിംഗ് പേഴ്സണാലിറ്റി ഉണ്ട് പുള്ളിക്കെന്നാണ് കൗൺസിലർ പറഞ്ഞത്. അതുകൊണ്ടാണ് ചേട്ടത്തി ഈ കാര്യം പോലീസുകാരെ വിളിച്ചറിയിക്കുന്നത്. ഇപ്പം ലീ എവിടെയാണ് താമസമെന്ന് ചോദിക്കുമ്പോൾ ഒരു ട്രെയിലറിലാണെന്ന് ചേട്ടത്തി പറയും. പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും അയാളുടെ ട്രെയിലർ പരിശോധിക്കാനുള്ള വാറണ്ട് കിട്ടണം. അയാളുടെ ഫിംഗർ പ്രിന്റും 2 കൈയിലെ എഴുത്തും ഹാൻഡ് റൈറ്റിംഗും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി അവർ മാക്സിമം കോടതിയിൽ പോരാടുന്നുണ്ട്. കയ്യിൽ കിട്ടിയ എല്ലാ എവിഡൻസും ഇവർ നിരത്തും. അതിൽ പ്രധാനമായിട്ടും ലീയുടെ ഷൂ സൈസ് 10 ആണ്. അയാൾ നേവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മിലിറ്ററി പരമായ അറിവുകൊണ്ട് അയാളുടെ കയ്യിൽ തോക്കുമുണ്ട്. നേവിക്കാരാണ് കൂടുതൽ കോഡ് ഭാഷകൾ ഉപയോഗിക്കുക, സൈഫർ. അത് അയാൾക്ക് അറിയും താനും. സോ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ അയാൾക്കെതിരെ ഉണ്ട്, കറക്റ്റായിട്ടുണ്ട്. പോരാത്തതിന് സ്കൂൾ കുട്ടികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊന്നുകളയുന്നാണല്ലോ സോഡിയാക്ക് പറഞ്ഞു. സോ അതിനൊരു ഹിസ്റ്ററിയും ഇവിടെ കാണാം. ബോംബ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ള പടവും സോഡിയാക്ക് അയച്ചിരുന്നു. ലീ ഒരു കെമിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് നേവിയിൽ. സോ ബോംബിനെ കുറിച്ച് അയാൾക്ക് അറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ തെളിവെല്ലാം നിരത്തിയവര് കോടതിയിൽ നിന്നും വാറണ്ട് വാങ്ങിക്കും അയാളുടെ വീട് സെർച്ച് ചെയ്യാനുള്ള. 1972 സെപ്റ്റംബർ 14 പോലീസുകാർ ലീയുടെ വീട് പരിശോധിക്കുന്നു. അവർക്ക് ആ വീട്ടിൽ നിന്നും ഒരു ബ്ലാക്ക് ഗ്ലൗസ് കിട്ടുന്നുണ്ട്. ക്യാബ് ഡ്രൈവറെ കൊന്നപ്പോൾ 7 സൈസുള്ള ഗ്ലൗസ് പോലീസുകാർക്ക് കിട്ടിയിരുന്നു. അതേ സൈസ് ഗ്ലൗ ആണ് ഇയാളുടെ വീട്ടിലുള്ളത്. പിന്നെ പലതരം തോക്കുകൾ, അതിൽ 9mm ബുള്ളറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുമുണ്ട്. ഈ എവിഡൻസ് എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പോലീസുകാർ ലീ അറസ്റ്റും കൂടെ ചെയ്യുന്നു. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അയാളുടെ ഹാൻഡ് റൈറ്റിങ്ങും പോലീസുകാർക്ക് കിട്ടിയ പ്രിന്റും വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. അയാളെ 2 കൈയിലെ ഹാൻഡ് റൈറ്റിങ്ങും മാച്ച് ആവുന്നില്ല. അതേപോലെ പോലീസുകാർക്ക് കിട്ടിയ ഹാഫ് പ്രിന്റും മാച്ച് ആവുന്നില്ല.